എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു സെയിം ടെക്സ്ചറിലും അതേ ടേസ്റ്റിലും ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു വാനില ഐസ്ക്രീം ബർഫിയാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അതുപോലെ തന്നെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ നമുക്കൊരു സ്വീറ്റ്സ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ ഈസി ആയിട്ട് ഇത് ചെയ്തിട്ടെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വാനില ബർഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതിന്റെ അളവുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കണേ, എങ്കിൽ മാത്രമേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 200 ഗ്രാം അളവിൽ പാൽപ്പൊടിയാണ്. അപ്പോൾ ഒരു 200 ഗ്രാം പാൽപ്പൊടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 200 ഗ്രാം അളവിൽ നെയ്യാണ്. അപ്പോൾ ഈ ഒരു നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നെയ്യും പാൽപ്പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്വീറ്റ്സ് റെഡിയായി വരുന്ന സമയത്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെതറി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിസ്തയോ ബദാമോ എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 250 ഗ്രാം അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയിലേക്ക് ഒരു 150 ml വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒരു പഞ്ചസാരയൊക്കെ ഉരുകി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പഞ്ചസാരയുടെ ഒരു പരുവം എന്ന് പറയുന്നത് ഒറ്റനൂൽ പരുവാണ് കേട്ടോ. ആ ഒരു കറക്റ്റ് നമ്മൾ ഒരു ഒറ്റനൂൽ പരുവാക്കി തന്നെ എടുക്കണം, എങ്കിൽ മാത്രം നമുക്ക് ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്ത് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്റ്റ് ഒരു ഒറ്റനൂൽ പരുവൊന്നും ആക്കിയിട്ട് എടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന ഒരു സമയത്ത് കയ്യിലെടുത്തിട്ടൊന്ന് നോക്കുക കേട്ടോ, ആ ഒരു ഒറ്റനൂൽ പരുവായിട്ടുണ്ടോ എന്ന്. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് എനിക്ക് ഒരു ഒറ്റനൂൽ പരുവായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒറ്റനൂൽ പരുവാക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ ആ ഒരു പാൽപ്പൊടിയുടെയും നെയ്യുടെ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു പഞ്ചസാര ലായനിയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസിന് പകരം വാനില പൗഡർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്നും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു മിക്സിൻ്റെ ഒരു കറക്റ്റ് പരുവായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം ഒരു ബോൾ പരുവത്തിൽ. ആ ഒരു പാകം ആയതിനു ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നമ്മൾ ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ കൈവിടാതെ നന്നായിട്ട് തന്നെ ഒരു 3-4 മിനിറ്റോളം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തുനിന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഒരു 8 മണിക്കൂറൊന്ന് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഓവർനൈറ്റ് വെച്ച് നല്ല പോലെ തന്നെ നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ എടുത്തതിന് ശേഷം ആ ഒരു ബട്ടർ പേപ്പർ നമ്മൾ പതിയൊന്ന് എടുത്ത് മാറ്റുക. സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കത്തി വെച്ചിട്ട് നമ്മൾ പതിയെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വാനില ഐസ്ക്രീം ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടെക്സ്ചറൊക്കെ ആണെങ്കിലും ആ ഒരു കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്വീറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ബർഫിയുടെ കറക്റ്റ് ടേസ്റ്റും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടെക്സ്ചറും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഫംഗ്ഷനോ സൽക്കാരങ്ങളിലോ ഒക്കെ നമുക്ക് കടയിൽ നിന്നും പോയി വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ്സ് നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു വാനില ഐസ്ക്രീം ബർഫി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.